ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ് കളം കാവൽ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞെട്ടിയതാണ്, ഞെട്ടിത്തരിച്ചതാണ്. ഞെട്ടിയതുമല്ല, ഞെട്ടിത്തരിച്ചതുമല്ല, ഞെട്ടിച്ചതുമാണ്, ഞെട്ടിപ്പിച്ചതുമാണ്, ഞെട്ടിത്തരിപ്പിച്ചതുമാണ്. ആ തരിപ്പ് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. എന്തായാലും കളംകാവൽ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ ഒന്ന് ഇളകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെന്നും ആഘോഷിക്കുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ PK ട്രോൾസിൻ്റെ ട്രോൾ വീഡിയോ. അത് അന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കുറച്ച് ലേറ്റ് ആയെങ്കിലും ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. എന്താണെങ്കിൽ നമുക്ക് ട്രോള് കാണാം, എന്നിട്ട് ബാക്കി പറയാം. ഓക്കെ. പൃഥ്വിയുടെ ചില തോന്നലുകളെ പറ്റി പറയുമ്പോൾ പൃഥ്വി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എപ്പോഴും മമ്മൂക്കയെ കാണുമ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, മമ്മൂക്കയുടെ കരിയറിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസ് ആണ് ഇനി തുടങ്ങാൻ പോകുന്ന ഫേസ് എന്ന്. സദാനന്ദം പറയണേ കുറെ സത്യമുണ്ട് സോണി. എന്റെ അനുഭവത്തിൽ അവൻ പറഞ്ഞൊന്നും ഇന്നുവരെ കഴിച്ചിട്ടില്ല. ഓരോന്നും ഇങ്ങനെ ഹരിച്ചും ഗുണിച്ചും കണക്ക് കൂട്ടി വരുമ്പോ ഒന്ന് ആലോചിക്കണേലും അവൻ പറയണേലും ഒരു കാര്യമില്ല. ഇതുവരെ കണ്ട മമ്മൂക്കയല്ല, ഇനി മമ്മൂക്കയെ നമ്മൾ കാണാനിരിക്കുന്നുള്ളൂ വേറൊരിത് എന്ന് പൃഥ്വി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ മമ്മൂക്ക ഒരു തമാശ വരുത് ചിരിച്ച് കളയും. പക്ഷെ ഐ ട്രൂലി ബിലീവ് മമ്മൂക്ക എന്ന ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഏറ്റവും കോൺസുമേറ്റ് ആർട്ടിസ്റ്റിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസ് ഓഫ് ദ കരിയർ ആണ് ഇനി തുടങ്ങാൻ പോകുന്നത്. അപ്പൊ അയാൾ തന്നെ മുൻകൂട്ടി കണ്ടു എന്ന് പറയുന്നത് സത്യമാണ്. ഇത് സാധാരണ സമയം നേരത്തെ പറഞ്ഞ യാഥാർത്ഥ്യമായ കാര്യങ്ങൾ പറയുന്നവരുണ്ട് കേട്ടോ. ഈ പിള്ളേര് പറയുന്ന കാര്യമല്ലോ, ഇലുമിനാന്റി ആയിരിക്കും. ഞാനൊരു പ്രവചനമൊന്നും അല്ല നടത്തിയത്. പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. മമ്മൂക്ക എന്ന ഏറ്റവും കോൺസുമേറ്റ് ആർട്ടിസ്റ്റിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസ് ഓഫ് ദ കരിയർ ആണ് ഇനി തുടങ്ങാൻ പോകുന്നത്. ഒരക്ഷരം പോലും തെറ്റിയില്ല. ഇതോടെ നിർത്തിക്കളല്ല. ரொம்ப தூரம் போயிட்டேன். முடிச்சுட்டா திரும்பி வர முடியும். കൊടുമൺ പോറ്റിയുടെ പകർനാട്ടം കണ്ട് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞു ഇതിനു മുകളിൽ നിൽക്കുന്ന പ്രകടനം അസാധ്യമെന്ന്. ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. കൃത്യം ഒരു വർഷത്തിനിപ്പുറം ഒരു നെവർ സീൻ ബിഫോർ കഥാപാത്രവുമായി അയാൾ വീണ്ടും എത്തുകയാണ്. ഒരു എൻട്രി ആണ്. കളംകാവൽ. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ പ്രഖ്യാപനം മുതൽ ഇതൊരു സാധാരണ ചിത്രമായിരിക്കില്ല എന്നും മമ്മൂട്ടിയുടെ ഇന്ന് വരെ കാണാത്ത വിധമുള്ള ഒരു കഥാപാത്രത്തെ സിനിമയിൽ പ്രതീക്ഷിക്കാമെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. നമുക്കൊരു സന്തോഷല്ലേ ഗോപാലകൃഷ്ണ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. അതാണ് ഞാൻ എനിക്ക് പറയിച്ചോടാണ് താല്പര്യം. വിനായകനാണ് ഈ സിനിമയിലെ നായകനെന്നും മമ്മൂട്ടിയുടേത് ഒരു വില്ലൻ കഥാപാത്രമായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നു. പിന്നാലെ രാജ്യത്ത് നടക്കിയ സൈനൈഡ് മോഹന്റെ ജീവിതം ആസ്പദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നതെന്നും സൈനൈഡ് മോഹനായാകും മമ്മൂട്ടി എത്തുക എന്നും OTT പ്ലേ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 20ഓളം സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം ഗർഭനിരോധന ഗുളികയെന്ന വ്യാജേന സൈനൈഡ് നൽകി കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന കുപ്രസിദ്ധനായ വ്യക്തിയാണ് സൈനൈഡ് മോഹൻ. ഇയാളുടെ ജീവിതം പശ്ചാത്തലമാക്കി ഇതിനു മുന്നേയും സിനിമകളും സീരീസുകളും വന്നിട്ടുണ്ട്. അതിന്റെ മമ്മൂട്ടി വേർഷനായി ആരാധകർ കാത്തിരിപ്പ് ആരംഭിച്ചു. കാര്യങ്ങളില് 100 മാർക്കാണ്. ഇപ്പോഴത്തെ നിലവിലെ ഒരു യാത്രയില് പലതരം കഥകൾ കേട്ട് കഥാപാത്രങ്ങൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നതും ചെയ്യാന്ന് പറയാൻ പറ്റാത്ത ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഒരുങ്ങുന്നുണ്ട്. സീനൊക്കെ ഇനി മാറും. പിക്ചർ അഭി ഭി ബാക്കി ഹൈ ഭായ്. ഏതാ ട്രോള് വീഡിയോ ഒരു രക്ഷയില്ലാത്ത അത് ആ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള ബിൽഡപ്പേ
ആ പോയിരിക്കുന്ന രീതി വന്നിട്ടുള്ള സിനിമകൾ കാണിച്ചത് ഒരു രക്ഷയില്ല. ഗംഭീര ട്രോള്. എനിക്കൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആളുടെ ഉള്ളിലുണ്ട്. പിന്നെ ഇതെങ്ങനെ അടുക്കും ചിട്ടായിട്ട് ഇത് കൊണ്ടുപോകണം എന്നുള്ളത് കറക്റ്റ് അറിയാം കേട്ടോ. എല്ലാ ട്രോളുകളും അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം. സൈനൈഡ് മോഹൻ എന്ന ക്യാരക്ടർ, അതിനെ കുറിച്ച് ഇതിൽ പരാമർശിച്ചതുകൊണ്ട് പറയണം. ആളുടെ ക്യാരക്ടറിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആളെ പിടിച്ചത് കേരളത്തിൽ വെച്ചിട്ടാണ്. കേരളത്തിൽ നടന്ന ഒരു സംഭവം, അതായത് കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു സ്ത്രീയെ കൊന്നു, അതുകൊണ്ട് പൊക്കി. ഇല്ലെങ്കിൽ ആളുടെ മേലിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ അത് തെളിയിച്ചത് കുറേ ഉണ്ട്. പക്ഷെ ആളുടേത് അതിനേക്കാൾ കൂടുതൽ ആൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഈ 20 എന്ന് പറയുന്നതൊക്കെ വെറും ഒരു നമ്പറാണ്. ഒരു എന്താ പറയാ, 20 അല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. അത് ആള് ഏതിലോ അങ്ങനെ പറഞ്ഞിട്ടും കൂടി ഉണ്ട് എന്നുള്ളത് കേൾക്കുന്നുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് 20 കേസിനെറ്റാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഇതിന്റെ കുറെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ക്യാരക്ടറായിട്ട് മമ്മൂക്ക വരുമ്പോ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. അത് വേറെ ലെവലിലേക്ക് എത്തിക്കും ഉറപ്പല്ലേ. ആൾക്ക് പൂണ്ട് വിളയാടാനുള്ള സാധനം എന്താണെങ്കിലും ഉണ്ടാവും. അതാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. ഒട്ടുമിക്ക സിനിമകൾ എടുത്താലും ആളുടെ വിളയാട്ടമാണ് അത്. ശരിക്കും ഈ സിനിമ ഇങ്ങനെ തന്നെയാണ് ആഘോഷിക്കപ്പെടേണ്ടത്. ആളുടെ ഈ ക്യാരക്ടർ, ആളുടെ ഈ പെർഫോമൻസ്, അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളൊന്നും കരുതണ്ട. അത് തന്നെ ധാരാളം. പിന്നെ ഇതിലെ മമ്മൂക്ക ചെയ്യാൻ പോണ പെർഫോമൻസ് പീക്കായിരിക്കും. അത് ഉറപ്പാണ്. നമ്മൾ ഭ്രമയുഗം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞു ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു സംഭവം ഉണ്ടാവൂല എന്നുള്ള സാധനം പറഞ്ഞു. പക്ഷെ അതിന്റെ കൂടെ തന്നെ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, മമ്മൂക്ക അടുത്തത് തെരഞ്ഞു പോയിട്ടുണ്ടാവുമെന്ന്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സംഭവം. അതായത് അടുത്തത് എന്താണോ ഇതിനേക്കാളും പെർഫോം ചെയ്യാനുള്ള അത് നോക്കി പോയിട്ടുണ്ടാവും. കറക്റ്റാണ്. ഇതാ പോയി അതെടുത്തു, അതിപ്പോ ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് വരും. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറയും ഇതൊക്കെ മേലെ ഇനി ഒന്നില്ല. അതാണ്. അപ്പൊ അടുത്തത് തേടി മമ്മൂക്ക യാത്ര തുടങ്ങിയിട്ടുണ്ടാവും. എന്തൊരു മനുഷ്യനാന്നാണ് നമ്മൾ ചിന്തിക്കണേ. ശരിക്കും ഒരു എന്താ പറയാ, ഒരു അഭിനേതാവ് ആകുക എന്ന് പറഞ്ഞാൽ അയാള് ചെയ്തു വെച്ചേക്കുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി എന്ത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതാ കിടക്കണ ഇമ്മാരി കൊലകൊല്ലി ഐറ്റമൊക്കെ എടുത്തിട്ടാ വരിക. പിന്നെ കഥാപാത്രങ്ങൾ ചെയ്ത ഒരാൾക്ക് ഇനി പുതിയത് എന്ത് എന്നുള്ളത് കണ്ടെത്തുന്ന എത്ര റിസ്ക് ഉള്ള കാര്യമാണ്. അതുമല്ല, ഈ 73-ാം വയസ്സിൽ കിടന്നിട്ട് കുന്തളിക്കുവാണ് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്തു വെച്ചിട്ട്. എന്ത് പറയാനാണ്, കൂടുതലൊന്നും പറയാനില്ല. അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നടക്കട്ടെ. നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാനുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ആ തരിപ്പോടെ അതാണ്. എന്താണെങ്കിലും ഗംഭീര സിനിമ ആവട്ടെ. ഇതിന്റെ റിലീസ് എന്നായിരുന്നു? മെയ്യിലേക്കാണ് പ്ലാനിങ് ഉള്ളത് എന്നാണ് കേൾക്കുന്നത്. അറിഞ്ഞൂടാ. എന്തായാലും ഒഫീഷ്യലി എല്ലാം വരട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.